ദാ വരുന്നു വീണ്ടും ഒരു വാൽ നക്ഷത്രം. അതും അങ്ങ് നക്ഷത്രങ്ങളുടെ ലോകത്തുനിന്ന്. നേരിട്ട് വാൽ നക്ഷത്രത്തെ കാണാൻ കഴിയുക അപൂർവമായ കാഴ്ചയാണ്. ടെലിസ്കോപ്പിലൂടെ പോലും വാൽ നക്ഷത്രത്തെ കാണാൻ കഴിയുക എന്നത് ഒട്ടും സാധാരണമല്ല. കാണുന്നതോ നമ്മുടെ സൗരയൂഥത്തിൽ തന്നെയുള്ള ഏതെങ്കിലും വാൽ നക്ഷത്രത്തെയും, അതായത് സൂര്യനെ ചുറ്റുന്നൊരു വാൽ നക്ഷത്രം. അങ്ങനെയുള്ളപ്പോൾ ദാ വരുന്നു അടുത്തൊരു വാൽ നക്ഷത്രം. സൗരയൂഥത്തിനുള്ളിലുള്ളതല്ല എന്നതാണ് ഈ പുതിയ വാൽ നക്ഷത്രത്തിന്റെ പ്രാധാന്യം. നമ്മുടെ സൗരയൂഥത്തിന് പുറത്ത് എവിടെ നിന്നോ വഴിതെറ്റി വന്നൊരതിഥി. നല്ലൊന്നാന്തരം ഒരു ഇന്റർസ്റ്റെല്ലാർ അതിഥി. ആഹാ, സയന്റിസ്റ്റുകൾക്കിനി ആഹ്ലാദിക്കാൻ മറ്റെന്തു വേണം? സയന്റിസ്റ്റുകൾ വലിയ സന്തോഷത്തിലാണ്. പക്ഷെ നമ്മൾ സാധാരണക്കാർക്കോ? 3I-ATS എന്നു പേരിട്ടിരിക്കുന്ന ഈ വാൽ നക്ഷത്രത്തെ കണ്ടുപിടിച്ച കഥ കൂടി അറിഞ്ഞാലേ ഈ വാർത്തയെ ആസ്വദിക്കാനാവൂ. ഭൂമിക്കൊരു രക്ഷാകവചം. ബഹിരാകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് പലതരം വസ്തുക്കളും വന്നുവീഴാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം വസ്തുക്കൾ അതിവേഗത്തിലാവും സഞ്ചരിക്കുക. ഭൂമിയുമായിട്ട് കൂട്ടിയിടിച്ചാൽ ഒരുപക്ഷേ വലിയൊരു നാശനഷ്ടത്തിന് തന്നെ കാരണമായേക്കാം. കുറച്ചു വലിയ ധൂമകേതുവൊക്കെയാണെങ്കിൽ പറയുകയും വേണ്ട. ഭൂമിയിലെ കുറേയധികം ജീവജാലങ്ങൾ തന്നെ ആ കൂട്ടിയിടിയിൽ നാം അവശേഷമാകും. ഇത്തരം ബഹിരാകാശ സഞ്ചാരികളെ നിരന്തരം നിരീക്ഷിക്കാനും കണ്ടെത്താനും ലോകത്തുള്ള വിവിധ ബഹിരാകാശ ശാസ്ത്രജ്ഞർ രാവും പകലും ഉറക്കമിളച്ച് കാത്തിരിക്കുന്നുണ്ട്. വിവിധതരം അത്യന്താധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് ഭൂമിയെ ഇടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളെ കണ്ടെത്താൻ നമ്മൾ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സംവിധാനമാണ് അറ്റ്ലസ് അഥവാ ആസ്റ്ററോയിഡ് ടെറസ്ട്രിയൽ ഇംപാക്ട് ലാസ്റ്റ് അലേർട്ട് സിസ്റ്റം. വലിയൊരു ടെലിസ്കോപ്പ് സമുച്ചയമാണ് ഇതെന്ന് പറയാം. സാധാരണ ടെലിസ്കോപ്പൊക്കെ ഏതെങ്കിലും ഒരു സ്ഥലത്താവും ഉണ്ടാവുക. പക്ഷേ അറ്റ്ലസ് അങ്ങനെയല്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് ഈ ടെലിസ്കോപ്പുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഹവായി, ചിലി, ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിലായി സ്ഥാപിച്ചിരിക്കുന്ന 4 ഗംഭീര ടെലിസ്കോപ്പുകൾ. ഹവായിൽ 2 ടെലിസ്കോപ്പുകളുണ്ട് കേട്ടോ. ഇവ തമ്മിൽ 160 കിലോമീറ്റർ അകലമേ ഉള്ളൂ. പക്ഷെ മറ്റു 2 ടെലിസ്കോപ്പുകളിൽ നിന്ന് 10,000 കിലോമീറ്ററിലധികം വരും അകലം. ഇവയെ ഒരുമിപ്പിച്ച് ഒറ്റ ടെലിസ്കോപ്പ് പോലെ പരിഗണിച്ചാണ് അറ്റ്ലസിന്റെ പ്രവർത്തനം. ഒരു ടെലിസ്കോപ്പിന്റെ സ്ഥലത്ത് രാത്രിയായിരിക്കുമ്പോൾ മറ്റൊരു ടെലിസ്കോപ്പ് നല്ല പകലിലായിരിക്കും. ചുരുക്കത്തിൽ ഏതെങ്കിലും ഒരു ടെലിസ്കോപ്പെങ്കിലും എല്ലായ്പ്പോഴും രാത്രി ആകാശത്താവും. 24 മണിക്കൂറും തുടർച്ചയായി ആകാശ നിരീക്ഷണത്തിന് ഇത് അവസരമൊരുക്കും. എന്തായാലും ഭൂമിയെ ആക്രമിക്കാൻ വരുന്ന സകല ബഹിരാകാശ വസ്തുക്കളെയും ഏതാനും ദിവസങ്ങൾ മുൻപ് തന്നെ കണ്ടെത്താൻ കഴിയുമെന്നാണ് അറ്റ്ലസ് പ്രവർത്തകരുടെ വിശ്വാസം. നാസ നേരിട്ടെങ്കിലും നാസയുടെ ഫണ്ടിങ്ങോടെയാണ് ഈ പദ്ധതി പ്രവർത്തിച്ചു പോരുന്നത്. ഹവായിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോണമിയാണ് അറ്റ്ലസിനെ പ്രവർത്തിപ്പിക്കുന്നതും നമുക്ക് വിവരങ്ങൾ തരുന്നതും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്റർസ്റ്റെല്ലാർ അതിഥിയിലേക്ക് തിരിച്ചുവരാം. ചിലിയിൽ റിയോ ഹൂട്ടാഡോയിലുള്ള എൽ സോസ് ടെലിസ്കോപ്പാണ് ആദ്യമായി ഈ വാൽ നക്ഷത്രത്തെ നിരീക്ഷിക്കുന്നത്. ധനുരാശിയുടെ ഭാഗത്തുനിന്നായിരുന്നു ഈ നക്ഷത്രാന്തര അതിഥിയുടെ വരവ്. ഇന്റർസ്റ്റെല്ലാർ ഇടത്തുനിന്ന് നാളിതുവരെ നാം 2 വസ്തുക്കളെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. 2017 ഓമുവോമുവ, 2019 ബൊരിസോവ്. മൂന്നാമത്തെ ഇന്റർസ്റ്റെല്ലാർ വസ്തുവാണ് ഇപ്പോഴത്തെ ഈ അതിഥി. അതിനാൽ തന്നെ 3I എന്നാണ് സയന്റിസ്റ്റുകൾ ഈ ചങ്ങാതിയെ വിളിച്ചത്. I എന്നാൽ ഇന്റർസ്റ്റെല്ലാർ എന്നർത്ഥം. പിന്നെ ഈ ചങ്ങാതിയെ കണ്ടെത്തിയ ടെലിസ്കോപ്പ് സമുച്ചയത്തിന്റെ പേരുകൂടെ കൊടുക്കുമ്പോഴാണ് പേരിടൽ കർമ്മം അങ്ങോട്ട് പൂർത്തിയാവൂ. അങ്ങനെ 3I-അറ്റ്ലസ് എന്ന് ഒഫീഷ്യലായി പേര് കൊടുക്കുകയും ചെയ്തു. ചെറുഗ്രഹങ്ങൾക്ക് പേരുകൊടുക്കുന്ന ടീംസ് C-2025 N1 എന്ന പേരുകൂടി ഇതിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ചങ്ങാതി 67 കോടി കിലോമീറ്റർ അകലെയാണ്. അറ്റ്ലസിലെ ടെലിസ്കോപ്പിന്റെ കണ്ടെത്തലിന് ശേഷം ലോകത്തെ മറ്റു പല ടെലിസ്കോപ്പുകളും ഈ ഇന്റർസ്റ്റെല്ലാർ അതിഥിയുടെ വരവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹോ, എന്തൊരു സ്പീഡ്! വെള്ളം തെറിപ്പിച്ചു പോകുന്ന കാറിനെ നോക്കി ഹോ എന്തൊരു സ്പീഡ് എന്ന് പറയുന്ന ഭരത് ഗോപിയുടെ കഥാപാത്രം ഈ സൗരേതര അതിഥിയെ കണ്ടാൽ എന്തു പറയുമോ ആവോ. അതിവേഗത്തിലാണ് ഈ ചങ്ങാതിയുടെ വരവ് എന്നതെടുത്തു പറയണം. നിലവിലെ സൂചനകൾ വച്ച് സൂര്യനെ അപേക്ഷിച്ച് സെക്കൻഡിൽ 60 മുതൽ 70 കിലോമീറ്റർ വരെ വേഗത്തിലാണ് യാത്ര. ഒരു സെക്കൻഡിൽ എറണാകുളം ജില്ലയെ മറികടക്കാൻ കഴിയുന്നത്ര വേഗത. 10 സെക്കൻഡ് കൊണ്ട് കേരളത്തിന്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റം വരെ യാത്ര ചെയ്തു കളയും ഈ അതിഥി. ഈ വേഗതയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഈ വേഗത തന്നെയാണ് ഈ വസ്തു സൗരയൂഥത്തിന് പുറത്താണ് എന്ന് ഉറപ്പിച്ചു പറയാൻ അവസരമൊരുക്കുന്നത്. ഭൂമിയിൽ നിന്നൊരു വസ്തുവിനെ ബഹിരാകാശത്തേക്ക് പായിക്കണമെങ്കിൽ 1 സെക്കൻഡിൽ 11 കിലോമീറ്റർ വേഗത്തിൽ എറിഞ്ഞാൽ മതിയെന്ന് പറയാറില്ലേ? പലായന പ്രവേഗം എന്നൊക്കെയാണ് ഇതിന്റെ പേര്. ഭൂഗുരുത്വത്തെ അതിജീവിച്ച് എന്നേക്കുമായി ഭൂമിയെ വിട്ടുപോകാൻ കഴിയുന്ന വേഗത. സൗരയൂഥത്തെ ആകെ എടുത്താൽ അതിനുമുണ്ടൊരു പലായന വേഗത.
അതിനേക്കാളേറെയാണ് സെക്കൻഡിൽ 60 കിലോമീറ്റർ എന്നത്. അതായത് സൗരയൂഥത്തിന് പിടിച്ചുവെക്കാൻ അത്ര സ്പീഡ്. പ്രപഞ്ചത്തിന്റെ ഏതോ കോണിൽ നിന്ന് വന്ന് മറ്റേതോ കോണിലേക്ക് യാത്ര പോകുമെന്നർത്ഥം. എന്തായാലും ഭൂമിക്ക് ആശ്വസിക്കാൻ വകയുണ്ട്. ഭൂമിയെ ആക്രമിക്കാതെ ഈ ഇന്റർസ്റ്റെല്ലാർ അതിഥി കടന്നുപോയിക്കോളും. ഭൂമിയുമായി ചുരുങ്ങിയത് 24 കോടി കിലോമീറ്റർ എങ്കിലും അകലെ കൂടിയാവും 3i അറ്റ്ലസ് കടന്നുപോവുക. വരുന്ന ഒക്ടോബർ 30-ന് സൂര്യനോട് ഏറ്റവും അടുത്തെത്തും ഈ അതിഥി. അന്നുപോലും സൂര്യനിൽ നിന്ന് 21 കോടി കിലോമീറ്റർ അകലത്തിലായിരിക്കും കക്ഷി. ഈ നക്ഷത്രാന്തര അതിഥിയുടെ വലിപ്പവും ആകൃതിയുമെല്ലാം കൃത്യമായി പഠിച്ചു വരുന്നതേയുള്ളൂ. പ്രാരംഭ നിരീക്ഷണങ്ങൾ പ്രകാരം 10 കിലോമീറ്ററൊക്കെ വലിപ്പമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് ശരിയായാൽ ഇതുവരെ സൗരയൂഥം സന്ദർശിച്ച മറ്റു 2 വസ്തുക്കളെക്കാളും ഏറെ വലിപ്പം ഇതിനുണ്ടെന്നു വരും. വാൽനക്ഷത്രമായതിനാൽ നിറയെ ഐസും മറ്റു വാതകങ്ങളും ഇതിലുണ്ടാകും. വാതകവും ജലബാഷ്പവും ചേർന്ന 25,000 കിലോമീറ്ററോളം നീളമുള്ള വാലും കോമയുമൊക്കെ കാണപ്പെടാമെന്നും പറയുന്നു. ഭൂമിയോടടുത്തെത്തിയാൽ മാത്രമേ ഈ കാര്യത്തിന് കൃത്യത വരൂ. ഈ വാൽനക്ഷത്രത്തിന്റെ പാത പഠിച്ചപ്പോൾ ഒരു കാര്യം വ്യക്തമായി. ഹൈപ്പർബോളിക് എന്നറിയപ്പെടുന്ന ഒരു തരം പാതയിലൂടെയാണ് സഞ്ചാരം. അതായത് ഏതെങ്കിലും ഒരു വസ്തുവിനെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നല്ല നമ്മുടെ ഈ അതിഥി വാൽനക്ഷത്രം. സൗരയൂഥത്തിലേക്ക് വരിക, എല്ലാവരെയും കണ്ടു കടന്നുപോവുക, ഇനി ഒരിക്കലും തിരിച്ചുവരാത്ത ശരിക്കുമൊരു അതിഥി. എന്തായാലും സെപ്റ്റംബർ വരെ ഭൂമിയിലുള്ള ടെലിസ്കോപ്പുകളിലൂടെ ഈ 3ാം ഇന്റർസ്റ്റെല്ലാർ വാൽനക്ഷത്രത്തെ കാണാൻ കഴിയും. അതിനുശേഷം ഭൂമിയിൽ നിന്നുള്ള നിരീക്ഷണം നടക്കില്ല. കാരണം സൂര്യന്റെ മറയിലാവും ഇത്. പിന്നീട് ഡിസംബറോടെ വീണ്ടും ദൃശ്യമാകും. എന്തായാലും വളരെ നേരത്തെയാണ് ഈ നക്ഷത്രാന്തര വാൽനക്ഷത്രത്തെ നാം കണ്ടെത്തിയിരിക്കുന്നത്. ജെയിംസ് വെബ് ടെലിസ്കോപ്പ് പോലുള്ള ശക്തമായ ടെലിസ്കോപ്പുകളുടെ സഹായത്തോടെയുള്ള നിരീക്ഷണത്തിന് സാധ്യതയുണ്ടോ എന്ന കാര്യം അധികം താമസിയാതെ നമുക്കറിയാം. യൂറോപ്യൻ സ്പേസ് ഏജൻസി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കോമറ്റ് ഇന്റർസെപ്റ്റർ ദൗത്യം 2030ഓടെയാവും വിക്ഷേപിക്കുക. അത്തരം ദൗത്യങ്ങൾ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ അതിഥി കോമറ്റിന്റെ അടുത്ത് ചെയ്ത് വിശദമായി പഠിക്കാൻ അവസരമൊരുങ്ങിയേനെ. സൗരയുദ്ധത്തിന് പുറത്തുനിന്നുള്ള ഒരു അതിഥി എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവം തന്നെയാണ്. പ്രപഞ്ചത്തിന്റെ മറ്റൊരു കോണിൽ നിന്നാവാം ഇയാളുടെ വരവ്. ഇതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ കഴിഞ്ഞാൽ പ്രപഞ്ച സങ്കല്പങ്ങളെ കൂടുതൽ മികവുറ്റതാക്കാൻ സഹായിക്കും. സയന്റിസ്റ്റുകൾ എന്തായാലും ഇനി കുറച്ചു മാസങ്ങൾ ഈ അതിഥിയുടെ പുറകെയാവും. കാത്തിരിക്കാം ഈ അതിഥി തരുന്ന പ്രപഞ്ച സന്ദേശത്തിനായി. 6/7/2025 ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിച്ചത്.